ശ്രീനാരായണ പരമഗുരവേ നമഃ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീനാരായണ സ്മൃതിയിലെ അല്ലെങ്കിൽ ധർമ്മത്തിലെ സാമാന്യ ധർമ്മം പലതും നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ഓരോ വ്യക്തിയുടെയും, അത് ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥാശ്രമിയായാലും വാനപ്രസ്ഥാശ്രമിയായാലും സന്യാസിയായാലും ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് പഞ്ചശുദ്ധി. ആ പഞ്ചശുദ്ധിയുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയാണ് പരമഗുരു ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഉദ്ബോധിപ്പിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് ശരീരശുദ്ധിയെക്കുറിച്ച് നമ്മൾ സാമാന്യമായിട്ട് ഒന്ന് വിശകലനം ചെയ്തു. നമ്മളിൽ പലർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ശരീരശുദ്ധിയിൽ നമ്മൾ ഇന്നലെ നോക്കിയത്. ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കുറച്ച് അവരവരുടെ യുക്തിക്കും ഒരു കോമൺ സെൻസിനും ഒക്കെ വിധേയമാക്കി തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ശരീരശുദ്ധിയിൽ ഇനി എന്തൊക്കെയാണ് വേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരും നോക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും മാതൃകയായി ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം രൂപപ്പെടുന്നതിന് അമ്മയ്ക്കും അച്ഛനും ഉള്ള സ്ഥാനം, അതിലേറ്റവും കൂടുതൽ അമ്മയ്ക്കാണ് സ്ഥാനം. അതുകൊണ്ട് അമ്മയും അച്ഛനും ചെറിയ പ്രായം തുടങ്ങി ഈ ശരീരശുദ്ധിയിൽ കുഞ്ഞുങ്ങൾ അനുവർത്തിക്കേണ്ടത്, കാരണം അവർ വലുതാകുമ്പോഴും അവർ ജീവിതത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങളായതുകൊണ്ട് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ അവരെ പഠിപ്പിക്കണം. അതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യമായിട്ട് നമ്മൾ കാണണം. ഇനി ഗുരു അടുത്തതായിട്ട് സൂചിപ്പിക്കുന്നത് വാക്ശുദ്ധിയാണ്. വാക്ക് എങ്ങനെയാണ് ശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്? ഗുരു പറയുകയാണ്, ആവർജകത്വം വർണ്ണാനം സുവ്യക്തി സ്വരമാധുരി പദാനാം സ്ഫുടദൗചിത്യം ലയോമി വജസോ ഗുണാഹ. വർണ്ണാനം, അക്ഷരങ്ങളുടെ ആവർജകത്വം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ശക്തി,
സുവ്യക്തി, അതുപോലെ വ്യക്തമായിട്ടുള്ള സംസാരം, സ്വരമാധുരി, ശബ്ദത്തിൻ്റെ മാധുര്യം, പദാനം, പദങ്ങളുടെ സ്ഫുടത, സ്പഷ്ടമായിട്ടുള്ള ആ പ്രതിപാദനം, ഔചിത്യം, അതിൻ്റെ യോഗ്യത, ലയഃ, ചേർച്ച, അമീഹി, ഇവ വചസഃ, വാക്കിൻ്റെ ഗുണാഹ, ഗുണങ്ങളാകുന്നു. അപ്പം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്? പറയുന്ന വാക്കുകൾ സ്ഫുടമായിരിക്കണം, അത് മധുരമായിരിക്കണം, വ്യക്തമായിരിക്കണം, അതുപോലെ ആകർഷകമുള്ളതായിരിക്കണം, സഭ്യമായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ശുദ്ധമായ ഭാഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഭാഷ നമ്മളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിന് ഒരു അടുക്കും ചിട്ടയും, അതുപോലെ സ്ഫുടത, അതിനൊരു ആകർഷകത്വം. പക്ഷേ നമുക്ക് എല്ലാവർക്കും ശബ്ദത്തിനൊരു സൗകുമാര്യം, അതിന് ആ ഒരു ശബ്ദമാധുര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പലർക്കും പല രീതിയിലാണ്. അപ്പോൾ നമുക്കതിനകത്ത് അതിനെ പാകപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ജന്മന നമുക്ക് എന്ത് ശബ്ദമാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മുടെ യോഗ പരിശീലനം കൊണ്ടും നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നേരാണ് താൻ. അപ്പം എന്തായാലും നമ്മുടെ വാക്ക് ആയിരിക്കണമെന്ന് ഗുരു പറയുമ്പോൾ ഈ വക തെളിച്ചങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ മാതാപിതാക്കൾക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് അമ്മയാണ് ആദ്യം അക്ഷരങ്ങളും വാക്കുകളുമൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ നല്ല സ്ഫുടമായി, സ്പഷ്ടമായി വാക്കുകൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രീതിയിൽ, അവരെ നമ്മളിലേക്ക് വശീകരിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മുടെ വാക്കിൻ്റെ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ചില ചലനങ്ങളുണ്ട്. അതിനെ ആശ്രയിച്ചാണ് നമ്മളോട് ആ വ്യക്തിക്ക് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ തോന്നുന്നത്. അതുകൊണ്ട് നല്ല മറ്റൊരാളുടെ മനസ്സിൽ, മറ്റൊരാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കുന്ന രീതിയിൽ, ചീത്ത വിളിച്ചുള്ള ചലനമല്ല, നല്ല മധുരമായി നല്ല വാക്കുകൾ ഒക്കെ നമുക്ക് പറയാനുള്ള ആ ഒരു ശീലം ചിലർക്ക് അങ്ങനെ വരില്ല. അപ്പോൾ അത് മാതാപിതാക്കളുടെ ശ്രദ്ധ കൊണ്ട് മാത്രമല്ല, നമ്മുടെ സംസ്കാരം കൊണ്ടും വരുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും അമ്മ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിൽ വാക്കുകൾ ശുദ്ധമായിട്ട് ഉപയോഗിക്കുക എന്നാണ് ഗുരു പറയുന്നത്. പിന്നെയോ അനുദ്ദേശകതാ സത്യം സ്വാധ്യായ ഹിതകീർത്തനൈഃ സൗഷ്ഠവ പ്രയതാഭ്യാം ച നിയതം വാക് ശുദ്ധ്യതി. അനുദ്വേജകത, മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക. സത്യ സ്വാധ്യായ, അതുപോലെ സത്യം സ്വാധ്യായം എന്ന് പറയുന്നത് പാരായണം, സ്വന്തമായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്നത് സദ്ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പറയാം വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, അങ്ങനെയുള്ള അതിൻ്റെ പാരായണം. പിന്നെയോ ഹിതകീർത്തനൈഃ, ഇഷ്ടങ്ങളായിട്ടുള്ള കീർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും
ദേവതാ സ്തുതികളാണ്. അതുപോലെ അങ്ങനെയുള്ള കീർത്തനങ്ങൾ സൗഷ്ഠവ പ്രിയതാഭ്യാം ച, സൗഷ്ഠവ പ്രിയതകളാലും നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ സമഭാവനയോട് കൂട്ടുന്ന രീതിയിൽ വാക് നിയതം വിശുദ്ധ്യതി, വാക്ക് എല്ലായ്പ്പോഴും വിശുദ്ധമായിത്തീരുന്നു. അപ്പോൾ ഇവിടെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാതിരിക്കണം. വാക്കിൻ്റെ ശുദ്ധി എന്ന് പറയുമ്പോൾ മറ്റൊരാളെ വെറുപ്പിക്കുക മാത്രമല്ല, മറ്റൊരാളെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ളൊരു സംഭവം വരാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അനുദ്വേജകത. ഈ ഒരുപക്ഷെ നമ്മൾ ഒരാളെ കൈകൊണ്ടോ വടികൊണ്ടോ അടി കൊടുത്താലും ആ വേദന മാറുമ്പോൾ അയാളുടെ പ്രശ്നം തീരും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് വാക്കുകൊണ്ടാണെങ്കിലോ, ഒരാളെ വാക്കുകൊണ്ടാണ് അടിക്കുന്നതെങ്കിൽ അയാളുടെ ഹൃദയത്തിനത് മുറിവേക്കും. നമ്മൾ ഒരാളെ സ്തുതി പറയുമ്പോൾ, ഇപ്പോൾ ദേവന്മാരെയൊക്കെയാണ് നമ്മൾ സ്തുതി പറഞ്ഞ് പ്രസാദിപ്പിക്കുന്നത്. ദേവതാ സ്തുതികൾ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ദേവതയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങ് പറയുകയാണ്. അങ്ങനെ അവരെ നമ്മൾ പാട്ടിലാക്കും. അത് അവരിലുണ്ടാക്കുന്ന ചലനങ്ങൾ അതുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടും. പലപ്പോഴും പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പലരും എന്തു ചെയ്യുന്നുണ്ട്? സ്തുതി പാടാറുണ്ട്, അല്ലേ? പുകഴ്ത്തി പറയാറുണ്ട്, പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെ. അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം അടവുകളാണ് പ്രയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് ചീത്ത വിളിക്കുക എന്നുള്ളത്. ആ വ്യക്തിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ടാവും, ഭയങ്കര ദേഷ്യമായിരിക്കും. അത് മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ശാപം എന്നൊക്കെ പറയുന്നത് സംഭവിക്കുന്ന ഇതാണ്: ഒരാൾ ചെയ്യാത്ത കാര്യം അയാൾ ചെയ്തു എന്ന് പറഞ്ഞു പരത്തുകയും നമ്മൾ അയാളോട് നേരിട്ട് പറയുകയും അയാളുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വേദനയോടുകൂടിയ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് ശാപമായിട്ട് മാറുന്നത്. അപ്പോൾ അറിവുള്ള ആളുകൾ പരമാവധി ക്ഷമിക്കും, അറിവില്ലാത്ത ആളുകൾ ഉടനെ റിയാക്റ്റ് ചെയ്യും. രണ്ടും തമ്മിൽ വ്യത്യാസം അതാണ്. അപ്പോൾ നിറകുടം തുളുമ്പില്ലെന്നാണ്. നല്ല അറിവുള്ള ആളുകളാണെങ്കിൽ അറിവില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ട് അവർ ക്ഷമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനും ഒരു പരിധിയുണ്ട്. നെല്ലിപ്പലക എന്നൊക്കെ നമ്മൾ പറയും, ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയും. ഇപ്പോൾ ഗുരു അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരു തേള് വന്ന് ഗുരുവിനെ കൊത്തി, തേള് കടിച്ചു. ഗുരു അതിനെ പതിയെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴേക്കും അത് ചത്തുപോയി. അപ്പോൾ ഗുരു പറയുകയായിരുന്നു, നാം ഒരു ജീവിക്കും ഒരു ഉപദ്രവവും ഈ ജന്മത്തും മുൻ ജന്മങ്ങളിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിന്റെ വിധി എന്ന് പറഞ്ഞ് ഗുരു ആ തേളിനെ എടുത്ത് ചന്ദനത്തടി ഒക്കെ എടുത്ത് അതിൽ വെച്ച് ദഹിപ്പിച്ചു എന്ന് നമ്മൾ ജീവചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കർമ്മമാണ് അതിനൊരു ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇവിടെ വാക്കുകൾ എപ്പോഴും നമുക്ക് അടുത്ത ജന്മങ്ങളിലേക്ക് പോലും നന്മയും അതുപോലെ തിന്മയും. ഇപ്പോൾ ഒരാളെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശാപം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
അടുത്ത ജന്മം കൂടി എടുത്ത് അത് അനുഭവിച്ചു തീരേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് ഒരാൾ നമ്മളെ ശപിച്ചാലും നമുക്ക് ആ ശാപം ഏക്കത്തില്ല. അതും കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, അയ്യോ ഞങ്ങളെ ഒക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ എന്നെയൊക്കെ ചില ആളുകൾ ശപിക്കുന്നുണ്ടല്ലോ, അത് ശാപം ഏക്കുമോ? അങ്ങനെ ഏക്കത്തില്ല. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് അത് എത്ര ശക്തിയുള്ള ഒരാളാണെങ്കിലും അനാവശ്യമായിട്ട് അയാൾ നമ്മൾ ശപിച്ചു എന്ന് പേടിപ്പിച്ചാലും നമുക്ക് ഏക്കത്തില്ല. പക്ഷേ നമ്മൾ മനഃപൂർവ്വം ഒരാളെ അറിയാതെയായാലും അറിഞ്ഞായാലും വേദനിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കുക. അപ്പോൾ അത് സാമാന്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ വാക്കുകൾ പ്രയോഗിക്കുന്നത് സത്യം വദ, പ്രിയം വദ, ഹിതം വദ. അപ്പോൾ ഇവിടെ സത്യം സ്വാധ്യായമൊക്കെ പറയുമ്പോൾ വാക്കുകൾ കുറേയും കൂടിയും ശുദ്ധമാകണമെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നുണ പറയാതിരിക്കുക. തമാശയ്ക്ക് പോലും, ഇപ്പോൾ തമാശയ്ക്ക് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ പറയുന്നത് ഒരു സത്യമാർഗത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തമാശയ്ക്ക് പോലും എന്ത് ചെയ്യാൻ പാടില്ല? നുണ പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ സാമാന്യമായിട്ട് ആവശ്യമില്ലാതെ ആരും നുണ പറയാതിരിക്കുക, സത്യം. അതുകൊണ്ട് സത്യം വദ, സത്യമേ പറയാവൂ. പ്രിയം വദ, പ്രിയമായിരിക്കണം. ഈ സത്യമാണെങ്കിലും അത് കേൾക്കുന്നവന് പ്രിയമായിരിക്കണം. പ്രിയമല്ലാത്തൊരു സത്യം എന്ന് പറഞ്ഞാലോ അവൻ പെട്ടെന്ന് വിഷമം അവനുണ്ടാവും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് സത്യമായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ അതിൻ്റെ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെയോ അത് ഹിതവും കൂടിയായിരിക്കണം. അതുകൊണ്ട് സത്യവും പ്രിയവും ഹിതവുമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോഴാണ് ശരിക്കും ആ വാക്ക് ശുദ്ധമാകുന്നത് എന്ന് ഗുരു പറയുകയാണ്. ഗുരുവിൻ്റെ ജീവിതകാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ഗുരു ദേഷ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ വികാരപാരവശ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മളെപ്പോലെ എന്തെങ്കിലും ചെറിയ കാര്യം കേട്ട് അതിൽ ഉടനെ വിക്ഷോഭം, ദേഷ്യം, അങ്ങനെയുള്ള ഒന്നും നമ്മൾ എങ്ങും കാണില്ല. ഒക്കെ ഗുരു വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട്, കാരണം ആ ഒരു ബാലൻസിൽ നിന്നുകൊണ്ടാണ് ഗുരു സംസാരിക്കുന്നത്. മനസ്സിൻ്റെ സമത്വം, ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഗുരു എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്, പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് മാതൃകയായിരിക്കണം. ഗുരു ഇത് വെറുതെ അങ്ങ് പറയുകയല്ല, ഗുരു ജീവിച്ചു കാട്ടിയ കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ സ്വാധ്യായം, നല്ല ഗ്രന്ഥങ്ങളുടെ പാരായണം. അപ്പോൾ ഈ നല്ല ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് പലപ്പോഴും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വായിക്കുന്നത് 99% സദ്ഗ്രന്ഥങ്ങളല്ല. കേൾക്കുന്നതും ഈ പറഞ്ഞ പോലെയുള്ള സിനിമാ പാട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല ഗ്രന്ഥങ്ങൾ, ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഗുരുദേവ കൃതികളും ഒക്കെ സദ്ഗ്രന്ഥങ്ങളെന്ന് നമുക്ക് പറയാം, വേദഗ്രന്ഥങ്ങളെന്ന് പറയാം. കാരണം അതിലൊന്നും തന്നെ അങ്ങനെ മനസ്സിന് വിക്ഷോഭം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത് വരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് യുദ്ധവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഗർഭാവസ്ഥയിൽ വായിക്കാതിരിക്കണം നല്ലതാണ്. കുഞ്ഞുങ്ങളിലും അങ്ങനെയുള്ള ഈ യുദ്ധവും അങ്ങനെയുള്ള കുറേ സംഘർഷങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ്. അവർക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആണ് അവർ വായിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വേദങ്ങളെന്ന് പറയുന്നത്.
വേദങ്ങളിൽ അങ്ങനെയുള്ള, അപ്പോൾ കർമ്മകാണ്ഡവുമുണ്ട് ജ്ഞാനകാണ്ഡവുമുണ്ട്. അപ്പോൾ ഈ ജ്ഞാനമാണ് ഇവിടെ വേദം എന്ന് പറയുന്നത്, അറിവ്. അപ്പോൾ മനസ്സിന് കൂടുതൽ സംഘർഷങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ കൂടുതൽ വാക്കുകൾ, സംസ്കാരമുള്ള വാക്കുകൾ, അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ, ഇഷ്ടമായിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരോട് എത്ര ദേഷ്യം വന്നാലും നമുക്ക് ചീത്ത വാക്കുകൾ നമ്മൾ വരില്ല. പല ആൾക്കാർക്കും ഇങ്ങനൊരു സംസ്കാരമില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ദേഷ്യം വന്നാൽ പിന്നെ അവർ വളരെ മോശമായിട്ടുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അതൊക്കെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു രീതിയിലുള്ള ഇത് നമ്മൾ പകർന്നു കൊടുക്കണം. അപ്പോൾ TV സീരിയലും സിനിമയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിനെ നമ്മൾ അനുകരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുപോലെ ഹിതകീർത്തനേഹി, നമുക്ക് ഇഷ്ടപ്പെട്ട കീർത്തനങ്ങൾ. ഇപ്പോൾ ഗുരു തന്നെ എത്രയോ കീർത്തനങ്ങൾ അല്ലേ, സുബ്രഹ്മണ്യ കീർത്തനം, അതുപോലെ കാളിനാടകം, അങ്ങനെ എത്രയോ അനുകമ്പാദേശകം തുടങ്ങിയിട്ടുള്ള എത്രയോ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ദിവസം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് എത്രയോ വാക്കുകളാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിലോ സംഘർഷഭരിതമായിട്ടുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും കൂടുതൽ സംഘർഷഭരിതമാകുന്നു. അതിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന വാക്കുകൾ മൂർച്ചയുള്ളതായിരിക്കും. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നതായിരിക്കും, അത് മറ്റുള്ളവർക്ക് ഹിതകരമായിരിക്കില്ല. അതുകൊണ്ട് ഹിതകരമായിട്ടുള്ളതായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്ന് ഗുരു പറയാണ്. അപ്പോൾ വാക്ശുദ്ധിയെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇനിയോ അടുത്തത് ഗുരു പറയുന്നത് മനഃശുദ്ധിയെക്കുറിച്ചാണ്. ആർജവം കരുണാമൈത്രി മാർദ്ധവം ച ധൃതിസ്ത്രപ അദ്വേഷ പ്രണിധാനം ച മനഃശുദ്ധിം വിധന്വതേ. എന്താണ് ആർജവം? ഋജുത്വം, കരുണ, ദയ, അതുപോലെ മൈത്രി, സ്നേഹം, മാർദ്ദവം, വളരെ മാർദ്ദവമായിട്ടുള്ളത് തന്നെ, ധൃതി എന്ന് പറയുന്ന ധൈര്യം, ത്രപ ലജ്ജ, അദ്വേഷ അതുപോലെ കോപമില്ലാത്ത അവസ്ഥ, പ്രണിധാനം ഏകാഗ്രത, ശുദ്ധിം മനസ്സിൻ്റെ ശുദ്ധിയെ വിധന്വതേ ഉളവാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലേ, ഋജുത്വം, സ്നേഹം, ദയ, മൃദുലത, ധൈര്യം, ലജ്ജ, ധ്യാനം, ഏകാഗ്രത, പ്രണിധാനം എന്ന് പറയുന്നതാണ് ധ്യാനം എന്ന്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് കാരണമായി ഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അല്ലേ, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് നമ്മൾ പറയും, ഋജുത്വം, നേരെ പോകുന്നതാണ്. സ്നേഹം, പലപ്പോഴും സ്നേഹം നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹമാണ് ഇതുവരെ നമുക്കുള്ളത്. ഒന്നും നേടാനില്ലാതെ, ഒന്നും ആഗ്രഹിക്കാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ സ്നേഹമെന്ന് പറയുന്നത്, ഗുരു ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല, എല്ലാവരോടും ഒരേപോലെ സ്നേഹമുണ്ട്, ഒരു ദ്വേഷവുമില്ലാതെ, ഒരു വെറുപ്പുമില്ലാതെ അതിനെ അതേപോലെ കാണുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് പറ്റുന്നുണ്ടോ? അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സ്നേഹത്തെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ
ഈ സ്നേഹമൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒന്നല്ലേ? എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള സ്നേഹമല്ലേ? നമ്മുടെ ഡൈവോഴ്സുകളൊക്കെ നോക്കിയാൽ അറിയാം. കാരണം സ്ത്രീധനം ആണ് മുഖ്യ വിഷയം. സ്നേഹത്തിന് അവിടെ യാതൊരു പ്രാധാന്യമില്ല. പരസ്പരം മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രാധാന്യമില്ല. തൻ്റെ ജീവിത സഖിയായി അല്ലെങ്കിൽ സഖ ആയി ഒരാളെ സ്വീകരിക്കുമ്പോൾ കണ്ടീഷനിങ് ഇല്ലാതെ, മുൻവിധികളില്ലാതെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടോ? പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ മനസ്സിലാക്കൽ തന്നെ ഏത് തലത്തിലാണ്? അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ, അതിന് തൊട്ട് മുൻപ് പറഞ്ഞ ഋജുത്വം, നേരെ വാ നേരെ പോകുന്നുള്ളത്, അത് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്നേഹത്തിന് ശരിയായിട്ടുള്ള ഒരു മാനം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിലോ സ്നേഹം നടിച്ചുകൊണ്ട്, അല്ലേ? പലപ്പോഴും അങ്ങനെയാണ്. സ്നേഹം നടിക്കും. നമ്മളെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ അടുത്ത ആളെ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയും. അവിടെ എന്ത് സ്നേഹമാണുള്ളത്? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറയുക, അത് നല്ലതായാലും ചീത്തയായാലും. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സങ്കല്പിച്ച് എന്തിനാ മറ്റുള്ളവരോട് പറഞ്ഞ് വെറുപ്പുണ്ടാക്കുന്നത്? അപ്പോൾ എവിടെയോ നമുക്ക് ഈ നേരെ വാ നേരെ പോ എന്നുള്ള ആ ഒരു സംഭവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഗുരുവിൻ്റെ ദർശനമാല എന്നുള്ള കൃതിയിൽ പറയുന്നുണ്ട്, ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താ ഭാര്യാംന കേവലം, സ്വ ആനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം. അപ്പോൾ ഓരോരുത്തരെ, ഇപ്പോൾ ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും പറയുമ്പോൾ ആ രണ്ട് വ്യക്തികളെ മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത ഒരു ബന്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം ആനന്ദത്തിന് വേണ്ടിയാണ്. ഇവിടെ ഒരു വളരെ രസകരമായൊരു സംഭവം, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഈ രണ്ട് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് രക്തബന്ധങ്ങളില്ലാത്ത ബന്ധമാണ്. ഇപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം രക്തബന്ധമെന്ന് നമുക്ക് പറയാം. പക്ഷേ അങ്ങനെയുള്ള ബന്ധമല്ല ഈ ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ളത്. അവിടെ ഒരു ആത്മബന്ധമാണുള്ളത്. പക്ഷേ അങ്ങനെയാണോ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കാണുന്നത്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അവബോധം അവർക്കുണ്ടാകാറുണ്ടോ? അവരവരുടെ സുഖത്തിന്, ഇപ്പോൾ ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള സുഖമുണ്ടാകും, പല കാര്യങ്ങളും സംരക്ഷിക്കാനുണ്ടാവും. ഭർത്താവിനും അതുപോലെയാണ്. ഇപ്പോൾ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാലും, അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും, ഇനി എനിക്ക് ആരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കരയുന്നത്. മരിച്ചുപോയ ആളെക്കുറിച്ചല്ല നമ്മൾ കരയുന്നത്, എനിക്ക് ഇനി ആരുണ്ട്, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ചെന്നൈയിലുണ്ട്. അവരുടെ അച്ഛൻ നല്ല പ്രായമായിട്ട് മരിച്ചു പോയിട്ട് മക്കൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഏകദേശം 80 വയസ്സിന് മുകളിലായി, 80-82 വയസ്സൊക്കെയായി. അപ്പോൾ ഈ അച്ഛനാണ് ഈ മക്കളെ സ്കൂളിൽ വിടുന്നത്, കോളേജിൽ കൊണ്ടുപോകുന്നത്, ഓഫീസിൽ കൊണ്ടുപോകുന്നത് എല്ലാം. പ്രായമായിട്ടും ഇവരെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടും പിന്നെ ഒരാൾ വിവാഹം കഴിച്ചിട്ടും ഒക്കെ മക്കളുടെ കാര്യങ്ങളിൽ ഈ അച്ഛൻ എപ്പോഴും സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്നു.
മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ഞങ്ങൾക്ക് ആരുണ്ട്? അപ്പോൾ ആ മനുഷ്യൻ എത്രയോ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചാണ് മക്കൾക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ വിചാരിക്കണ്ടേ, അച്ഛന് സുഖമില്ലാതെയാണ് മരിച്ചു പോയത്, അപ്പോൾ ഇനിയും ഞങ്ങളെ ഇതുപോലെ നോക്കാനൊരാളാണ് അവർക്ക് ആവശ്യം. ആ അച്ഛൻ്റെ സ്ഥലത്ത് നിന്ന്, ആ അമ്മയുടെ സ്ഥാനത്തോ അച്ഛൻ്റെ സ്ഥാനത്തോ ആ തലത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ്. എനിക്ക് വേണ്ടി, അല്ലേ, തൻ്റെ ആത്മാവിന്. ഹരേ മൈത്രേയി. അപ്പോൾ മൈത്രേയിയോടും ഈ ചോദ്യങ്ങളാണ് വരുന്നത്. സർവം ആത്മാനം പ്രിയം ഭവതി. ആത്മാവിനാണ് പ്രിയമായിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പോൾ അവനവനെന്ന് പറയുമ്പോൾ, ഈ സ്നേഹം എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ, അവിടെ നമ്മൾ അറിയാതെ ഈ ആത്മാവിനാണ് പ്രിയമായിട്ടിരിക്കുന്നത്. അതിന് നേരെ വിരുദ്ധമായിട്ട് വരുമ്പോൾ അവിടെ ദേഷ്യം ഉണ്ടാവാണ്. കോപം, കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങൾ, അതാണിതിൻ്റെ ഈ മനസ്സിന് അശുദ്ധമായിട്ട് ഭവിക്കുന്ന കാര്യങ്ങൾ. നമുക്കെന്തായാലും ഈ കാര്യങ്ങൾ നമുക്ക് നാളെ ബാക്കി നോക്കാം. കാരണം ഇതൊരു വലിയൊരു വിഷയമാണ്. നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഈ വക കാര്യങ്ങൾ ഒഴുക്കൻ മട്ടിൽ നമ്മളിങ്ങനെ വിട്ടുകളയാണ്. അതുകൊണ്ട് ഈ മനസ്സിൻ്റെ ശുദ്ധിക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.